IFPHന്റെ 1832 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ രമാദേവി അമ്പാടി മാഡമാണ്. അമ്പാടിസ് ഹോമിയോ ക്ലിനിക്, നോർത്ത് പറവൂർ, കൊച്ചി. 2021 സ്വാമി ആതിരദാസ് അവാർഡ് സഹ്യയിൽ നിന്നും ശാന്താചന്ദ്രൻ ഡോക്ടറോടൊപ്പം കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്ടർമാർക്കായി സെമിനാറുകൾ എന്നിവ നടത്തിയിട്ടുള്ള ഡോക്ടർ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വമാണ്. 50 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് അമ്പാടി ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണെന്നുള്ളത്. ഇതിലേക്കായി ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ മറിയാമ്മ ജോൺ. എന്താ പറയണ്ടേ, ഇന്നലെ എന്താ പറയാ, ഒരു രാത്രി ആയപ്പോഴാണ് എന്നോട് ധനേഷ് വിളിച്ചു പറയുന്നത് ഇന്നൊരു ക്ലാസ് ഇത് ചെയ്യണം, ഇന്നൊരു ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നോ പറയാൻ പറ്റില്ലല്ലോ ധനേഷിനോട്. അതുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. പിന്നെ ഇന്നലെ ഓണം സെലിബ്രേഷൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, ഓണത്തിനെ പറ്റി. അപ്പൊ കുറേ പേര് ഓണത്തിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ന് മാവേലിയെ പറ്റിയും പിന്നെ വാമനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോ ഡോക്ടർ വേണുഗോപാൽ ഓരോ കമന്റ് അടിച്ചു. നമ്മുടെ ഭാഗ്യലക്ഷ്മി അതിനെ എല്ലാം ക്ലാരിഫൈ ചെയ്തു. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. അതായത് ഈ മാവേലി ഇത് വരുമ്പോൾ എനിക്ക് തൂജ വായിക്കുമ്പോഴൊക്കെ എനിക്ക് മാവേലിയുടെ ഓർമ്മയാണ് വരിക. മാവേലിയുടെ ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിൽ ഈ തൂജ വായിക്കുമ്പോൾ ഉണ്ടാവുന്നത്. മറിയാമ്മേ, ആരൊക്കെയോ ഇതിലെ വെയിറ്റിംഗ് റൂമിലേക്ക് കയറുന്നു പണ്ട് ഇതുണ്ട്. അത് ചെയ്തോളാം. അത് എനിക്കത് ഡിസ്റ്റർബൻസ് ആവും, ഡിസ്റ്റർബ് ആവും. എല്ലാരും ഇപ്പോഴാ കയറുന്നതേ. അത് ഞാൻ ഓക്കെ. അപ്പോ ഈ എന്താ പറയണേ, അപ്പൊ ഈ തൂജ പറയുമ്പോ ഞാൻ പറയുന്നത് മാവേലിയാണ് ഇത് ചെയ്യുന്നത്. അതെനിക്കൊരു പ്രത്യേകിച്ച് എനിക്കൊരു നല്ലൊരു കേസ് കിട്ടിയിട്ടുണ്ട് ഈ തൂജ കൊടുത്ത് ഇത് ചെയ്തത്. കാരണം ഇപ്പൊ ആ കൊച്ചിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സെങ്കിലും, 13 അല്ല അതിനെക്കാട്ടിലൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവരുടെ എൻ്റെ അടുത്ത് കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് വന്നതാണ്. അതിന് ആൾക്ക് 19 കൊല്ലമായി അവരുടെ മാരേജ് കഴിഞ്ഞിട്ട്. അവർക്ക് 48 വയസ്സുണ്ട്, അയാൾക്ക് 56 അത്രയോ വയസ്സുണ്ട്. അപ്പോൾ ഇവര് വന്നു. ഇവരുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് മരുന്ന് കൊടുത്തിട്ടില്ല ഒരിക്കൽ പോലും. ഈ 19 വർഷമായിട്ടും ഈ ലേഡിക്കാണ് മരുന്ന് കൊടുത്തേക്കണത്. അപ്പൊ ഞാൻ എപ്പോഴും എങ്ങനെയാ, ഞാനും ശാന്തയല്ലേ, ഞങ്ങൾ 2 പേർക്കും മെഡിസിൻ കൊടുക്കും. ഞങ്ങൾ പറയും 2 പേരും മരുന്ന് കഴിക്കണം. കാരണം ഒന്ന് ഒരാളെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2 പേർക്കും മരുന്ന് 2 പേരും മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇവരുടെ ഓരോ സെക്ഷൽ ഇതെല്ലാം ചോദിച്ചു വന്നപ്പോഴേ അവര് ഇത്രയും വർഷമായിട്ടും 12, 13, 14 ദിവസങ്ങളിൽ മാത്രമേ അവർ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഒറ്റ ദിവസങ്ങളിൽ അവർ ബന്ധപ്പെട്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ, നിങ്ങൾക്ക് അങ്ങനെ ഇതെന്താ ചോദിച്ചപ്പോ ഇയാൾക്ക് വിവാഹം കഴിഞ്ഞ വഴി ഇയാൾക്ക് ഒരു കുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവരുടെ ക്രിസ്ത്യൻസിന് ഇതുണ്ടല്ലോ, പ്രീ മാരേജ് കൗൺസിലിംഗ് ഉണ്ടല്ലോ, അതില് കൗൺസിൽ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രേ, അതായത് 12, 13, 14 ദിവസങ്ങളിൽ ബന്ധപ്പെടുമ്പോഴാണ് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു എന്ന്. അപ്പൊ അതുകൊണ്ട് അതിനു മുൻപ് അവർ ബന്ധപ്പെട്ടാൽ ഇനി അതിൻ്റെ ശക്തി കുറഞ്ഞാലോ അല്ലെങ്കിൽ അതിന് ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആയുധെങ്ങാനും പോയാലോ എന്നൊക്കെ ഉള്ള ധാരണയിൽ ഈ മനുഷ്യൻ ആ 12, 13, 14 മാത്രമേ അയാൾ ബന്ധപ്പെട്ടുള്ളൂ. ഞാൻ അയാളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു.
പറഞ്ഞു കഴിഞ്ഞിട്ടും അയാൾക്കൊരു ഫിക്സഡ് ഐഡിയ പോലെയാ. അതായത് അന്ന് അയാളുടെ തലയിലൊന്ന് കയറിയേക്കണത് അതിൽ നിന്ന് മാറാൻ അയാൾ ഒട്ടും തയ്യാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ്, എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബ്ലീഡിങ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടണം തോന്നുമ്പോൾ നിങ്ങൾ ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഇല്ല ഡോക്ടറെ, അത് ഡോക്ടർ പറഞ്ഞേക്കണത് ആ ദിവസങ്ങളിൽ മാത്രമേ അത് പ്രഗ്നൻസി കിട്ടുള്ളൂ എന്നൊക്കെയാണെന്ന് പറഞ്ഞു. അവസാനം എനിക്ക് അയാളെ വളരെയധികം നിർബന്ധിക്കേണ്ടി വന്നു. ആ ഒരു ഐഡിയയിൽ അയാൾ അങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇപ്പോൾ ഞാൻ മെഡിസിൻ തരാം, എനിക്ക് നിങ്ങളെ ഞാൻ ഒന്നും ടെസ്റ്റ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ എത്ര ദിവസം ബന്ധപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം, നിങ്ങൾക്ക് അതിനെ കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം എനിക്ക് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളത് എഴുതി തരാനിട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ബന്ധപ്പെടാൻ നോക്കുക, കാരണം ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കുറേ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കേസ് എടുത്തു. അപ്പം അയാളൊന്ന് കൺവിൻസ് ആയി. ശരി, പിന്നത്തെ ദിവസം മുതൽ അപ്പം ഇവര് മെൻസസ് ആയിട്ട് ഒരു 3-ാമത്തെ ദിവസമൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെടാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പറഞ്ഞു മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇയാളുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് അയാൾ മസാല ദോശ തിന്നില്ല. മസാല ദോശ അപ്പം എന്താ വെച്ചാൽ മസാല ദോശ തിന്നാത്ത എന്താ എന്ന് ചോദിച്ചപ്പോൾ പറയും അയാൾക്ക് ഉള്ളി കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അയാൾക്ക് ഉള്ളി ഇഷ്ടമല്ല, കഴിച്ചാൽ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ വേറെ എന്താ, ഇപ്പോൾ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങും അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഡിസഗ്രി ആവുന്നു അപ്പം ഈ 3 സിംറ്റം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തൂര്യാണ്. ഇയാളുടെ ക്യാരക്ടറും ഇയാളെ കണ്ടാലും ഒത്തിരി കുടവേറും ഒക്കെ ഉണ്ട്, ഇത്തിരി ഇരുന്നറാണ്, കുടവേറാണ്. അപ്പോൾ എനിക്ക് ഒരു മാവേലിയുടെ ഈ സൂര്യയുടെ ഓർമ്മ വന്നു എനിക്ക്. ഇപ്പൊ ഭാഗ്യമില്ല നമ്മുടെ ഇതിലെന്നാ തോന്നണേ. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ ഓടിക്കും. മാവേലി ഭയങ്കര സുന്ദരനാണെന്നാണ് ഇന്നലെ ഭാഗ്യം പറഞ്ഞത്. എന്തായാലും എനിക്ക് ആ ഒരു തോന്നൽ വന്നിട്ട് ഞാൻ അയാൾക്ക് തൂര കൊടുത്തു. നെക്സ്റ്റ് മന്തിൽ അവർ പ്രഗ്നൻ്റ് ആയി. അത് പോസിറ്റീവായി. അത് എനിക്കതൊരു ഭയങ്കര ഈ തൂര്യ കൊടുത്തതിൻ്റെ മാത്രം ആക്ഷനാണ് അതെന്ന് എനിക്ക് നല്ലോണം നല്ല ഇത് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചില ഇതൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. ഒരു 3 സിംറ്റം, അതായത് ഒരുമാതിരി എല്ലാ മെഡിസിനും ഒരു 3 സിംറ്റം ഞാൻ എഴുതി വയ്ക്കും. ആ 3 ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുക്കും. ഇപ്പൊ ഇയാളുടെ തൂജയിൽ ഞാൻ ഇത് എടുത്തേക്കണത് ഇതുപോലെയാണ്. ഈ സ്ട്രോങ് ഐഡിയ, ഒരു ഫിക്സഡ് ഐഡിയ, അതാണ് അയാളെ മെന്റലി ആയിട്ടുള്ളത്. പിന്നെ ഇതിന് നോക്കുമ്പോൾ ഓണിയൻ ഡിസഗ്രീസ്, പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോസ്, ആ ഒരു ഇത് ഉണ്ടെങ്കിൽ ഞാൻ തൂര കൊടുക്കാറുണ്ട് സാധാരണ. അതുപോലെ തന്നെ ഞാൻ ചില മെഡിസിൻസ് ഒക്കെ ഇതുപോലെ 3 സിംറ്റം മാത്രം എഴുതി വെച്ചേക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഇത് പറയണതിന് മുമ്പ് എനിക്ക് ഒരു ഇതുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. അതായത് എൻ്റെ ഒരു പേഷ്യൻ്റ്, ആ പേഷ്യൻ്റ് ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങേര് ഇപ്പൊ പുറപ്പെടാൻ ശാന്തിയായിട്ട് ഒരു അമ്പലത്തിൽ ശാന്തിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പം 3-4 മാസമായി അവരവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പുറപ്പെടാശാന്തിയാണ്, വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ഈ ഈ സ്വാമിക്ക് ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ ഭയങ്കര വളങ്കടി എന്ന് വെച്ചാൽ ഇത് പറയില്ല, കാലിങ്ങോട്ട് ഇങ്ങനെ വെള്ളത്തിൽ എപ്പോഴും, അത് ശിവന്റെ അമ്പലമാണ്. അപ്പൊ ധാരയൊക്കെ ഉണ്ടാവും. അപ്പോൾ 1001 കുടം ധാരയൊക്കെ ഉള്ള വലിയൊരു അമ്പലമാണ്. അപ്പോൾ 1001 കുടം ധാരയൊക്കെ ഉള്ള സമയത്ത് ഈ കാലിങ്ങനെ നനഞ്ഞു ഇതാവും. ആ സമയത്ത് ഈ എന്താ പറയുക, നമ്മൾ വളംകൊടി എന്ന് പറയില്ലേ, ഗ്രൗണ്ടിച്ച്, അത് കൂടുതലായിട്ട് വരും. ഞാൻ കഴിഞ്ഞ മാസം ഗ്രാഫൈറ്റിസ് 0/3 പിന്നെ കൽക്കരിയ കാർബും പിന്നെ കൽക്കരിയ സൾഫും പിന്നെ എച്ചിനേഷ്യാണ് കൊടുത്തത്. ഇത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഈ ഗ്രൗണ്ടിച്ചിന്. കാരണം വിരലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പിന്നെ പൊണ്ണ് പിടിച്ച് വ്രണം വന്ന പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു. പിന്നെ ശാന്തയുണ്ട് ഇപ്പൊ നമ്മുടെ ഇതില്. ശാന്തയ്ക്കും പറയാൻ പറ്റുമെങ്കിൽ പറയാ. ആരെങ്കിലും
ഇപ്പൊ അറിയാമെയാണെങ്കിലും മനോജായാലും ആരായാലും ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്തെങ്കിലും മാഡത്തിന് മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണേ. ശാന്തേന്ദ്രൻ മാഡത്തിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം മാഡത്തിനും. ഇത് അങ്ങനെ വരുന്നതിന് തേക്കിന്റെ കുരുന്നല ഇട്ട് എണ്ണ കാച്ചി തേച്ചാല് പെട്ടെന്ന് കുറയും. അപ്പൊ അതിന് ഡോക്ടർ മെസ്സേജ് ഒന്നുമില്ല. ഗ്രാഫൈറ്റിസ് എണ്ണം അതിന് ഡോക്ടർ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ടല്ലോ. ഗ്രാഫൈറ്റിസ് അതിന് ഡോക്ടർ ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഗ്രാഫൈറ്റിസ് 0 ഞാൻ കൊടുത്തത്. എനിക്ക് 10 കൊടുക്കാൻ പേടിയാവണം. ഒന്നാമത്തെ പുറപ്രാശാന്തിയാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിഷമിച്ചു പോകും. അതുകൊണ്ട് ഗ്രാഫൈറ്റിസ് കൊടുക്കാൻ എനിക്കൊരു ഈ 10 ഒക്കെ കൊടുക്കാൻ ഒരു പേടി. ഇത് എന്താണ് മറിയാമ്മ അത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്ത് അതിന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ? റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കേസിനെല്ലാം പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ കിട്ടാറുണ്ടല്ലേ? തേക്കിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണ കാച്ചി തേക്കാനായിട്ട്. ആ നമ്മുടെ മരുന്ന് കൊടുത്തോണ്ട് തന്നെ അതും കൂടെ ചെയ്യും. വേറെ ഏതെങ്കിലും പറയാനുണ്ടെങ്കിലേ, കാരണം ഇതാണ് കാര്യം. ശിവന്റെ അമ്പലമായതുകൊണ്ട് മിക്കവാറും വലിയൊരു അമ്പലമാണ്, ദേവസ്വത്തിന്റെ ഒരു അമ്പലമാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് കാലെപ്പോഴും നനയണ ഒരു സ്വഭാവമാണ്. ഇന്നിപ്പോ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നാളെ മെഡിസിൻ കൊടുക്കാമെന്നാ പറഞ്ഞേക്കണത്. ഭദ്രൻ ഡോക്ടർ സംസാരിക്കാം. എനിക്ക് ഗ്രാഫൈറ്റിസ് 10 ധൈര്യമായിട്ട് കൊടുക്കാം. ഒട്ടും കൂടുതലില്ല, കൂടാതെ തന്നെ കുറയേ ഉള്ളൂ. എത്ര ഡോസ് കൊടുക്കണം ഭദ്ര? എത്ര ഡോസ് കൊടുക്കണം? 2 ഡോസ് കൊടുക്കണം. 10 50 ml കൊടുക്കണം. ധൈര്യമായിട്ട് കൊടുക്കാം, ഒട്ടും പേടിക്കണ്ട, കുറയും. ബാക്കി പിഎൽ മതി. പിഎല്ലോ റെസ്റ്റോക്സ് കൊടുത്താൽ മതി. റെസ്റ്റോക്സ് അല്ലേ? റെസ്റ്റോക്സ് 30 കൊടുക്കട്ടെ? 30 കൊടുക്കാം. ഗ്രാഫൈറ്റിസ് 10 കൊണ്ട് തന്നെ കുറയും, ഒന്നും വേണ്ട, പിഎൽ മാത്രം മതി. അത്ര എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു വലിയൊരു അമ്പലത്തിലെ പുറപ്രാശാന്തിയാണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗ്രാഫൈറ്റിസില് കൂടാതെ കുറയുന്ന ഒറ്റ അസുഖം ഇതാണ്. ആണല്ലേ? ഗ്രാഫൈറ്റിസിൽ കൂടാതെ തന്നെ കുറയും, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ നാളെ കൊടുക്കാം എന്തായാലും. താങ്ക് യു ഭദ്രൻ. ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആരുടെയെങ്കിലും അനുഭവത്തിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പലപ്പോഴും ഇത്തരം കേസുകളിൽ രോഗികൾ മരുന്ന് കുടിച്ചിട്ട് വെള്ളം കൂടെ കുടിക്കും, അപ്പോഴും അഗ്രവേറ്റ് ചെയ്യും. അത് പ്രത്യേകം ഡ്രൈ അപ്പ് ഉണ്ടെങ്കിൽ നാക്കിലിട്ട് അലിച്ചിറക്കാൻ പറഞ്ഞാൽ അഗ്രവേഷൻ കുറവായിരിക്കും. അല്ല ഡോക്ടർ, ഏത് മെഡിസിൻ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഡോസ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പൊതുവെ അലോപ്പതി മരുന്ന് കഴിച്ച് ശീലം വെച്ച ആൾക്കാർ മരുന്ന് പൊടി തട്ടി വായിലോട്ട് ഓരോൺസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. അതോടെ അഗ്രവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, അത് പറയാം. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാൻ കേൾക്കുന്നത്. പിന്നെ ഞാനൊരു ഇത് അപ്പൊ ഇത് ഈ സൂര്യയുടെ ഇങ്ങനെ ഒരു 2 കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ സൂര്യ ഇത് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഡിജിറ്റാലിസിനെ പറ്റി ഒരു ഇത് പറയുന്നുണ്ട്. ഈ ഇതിലെ നോക്ടേണൽ എമിഷൻ ഇല്ലേ, സ്വപ്നസ്ഖലനം, അത് അതിന് ഡിജിറ്റാലിസ് 3x ഡെയിലി മോർണിംഗിൽ കൊടുത്താല്, ഇത് ഞാൻ എവിടുന്ന് വായിച്ചിട്ട് കിട്ടിയേക്കണെയാണ്. ഏത് ബുക്കാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഡിജിറ്റാലി 3x ഡെയിലി മോർണിംഗിൽ ഓരോ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഡിജിറ്റാലിസ് നമ്മൾ നക്സോമിക്ക് വൈകുന്നേരം കൊടുക്കരുതെന്ന് പറയും. അങ്ങനെ കൊടുത്താൽ ഡിസ്റ്റർബ് സ്ലീപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഡിജിറ്റാലിസ് വൈകുന്നേരം കൊടുക്കാൻ പാടില്ല അത്രേ. അത് രാവിലെ മാത്രമേ കൊടുക്കാവൂ എന്ന്. അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇത് എഴുതിയതിന് ശേഷം ഞാൻ എല്ലാവർക്കും ഞാൻ ഡിജിറ്റൈസ് കൊടുക്കുമ്പോൾ രാവിലെ തന്നെ കൊടുക്കാറുണ്ട്, വൈകുന്നേരം കൊടുക്കാറില്ല. പിന്നെ ഈ ഡിജിറ്റാലിസിന് വേറൊരു ഇതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ലാക്ടസിസും അമൈലോ നൈട്രോസും സാങ്കുനോറിയൊക്കെ പോലെ സഡൻ ഫ്ലഷസ് ഓഫ് ക്ലൈമാറ്റിക് പീപ്പിൾ, അതിന് ഡിജിറ്റാലിസ് വളരെ നല്ലതാണ്. അത് 200.
200 2 ഡോസ് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് നിൽക്കുന്നു പണ്ടാണ് ഞാൻ എഴുതി വച്ചേക്കണത്. എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ലാക്കനീനം നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ പ്രസവിച്ചിട്ട് കുട്ടി മരിക്കുക അല്ലെങ്കിൽ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഏതെങ്കിലും വിധത്തിൽ അവർ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നോ അല്ലെങ്കിൽ അമ്മ അസുഖമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്തിരുന്ന് വന്നു കഴിഞ്ഞാൽ ആ പാല് ഡ്രൈ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ലാക്കനീനും കൊടുക്കാം. അതേ സമയത്ത് ലാക് ഡീഫ്ലോറാറ്റം കൊടുത്തു കഴിഞ്ഞാൽ 12 to 24 hours ഇല്ലാത്ത പാല് നിറയെ ഉണ്ടാവുന്നു. അത് ലാക് ഡീഫ്ലോറാറ്റം. അതേ സമയത്ത് ലാക് അനയനമാണെങ്കിൽ പാല് വറ്റിക്കാനും ലാക് ഡീഫ്ലോറാറ്റം പാല് ഉണ്ടാവാനും. 200 ആണ് അതിൽ എഴുതിയേക്കണത്. ഇന്നിപ്പോ ഞാനത് ഈ സൂര്യയുടെ ഇത് പറയുമ്പോൾ ഞാനൊന്ന് കുറച്ച് ബുക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെച്ചേക്കണതാണ്. അതുകൊണ്ട് അതും കൂടി നിങ്ങൾക്ക് ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ഈ ചില മെഡിസിൻസിനൊക്കെ ഞാനിങ്ങനെ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഞാൻ എഴുതി വെക്കും. അത് 3 ഉണ്ടെങ്കിൽ ഞാൻ ആ മെഡിസിൻ കൊടുക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അതിൽ ഞാൻ A to Z ഞാൻ ഓരോന്ന് പറയാം. അതായത് അബ്രോട്ടാനത്തിന് മരാസ്മസ്, അതെല്ലാവർക്കും അറിയാമല്ലോ. മരാസ്മസ് എസ്പെഷ്യലി ലോവർ എക്സ്ട്രീമിറ്റീസ്. അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് ടെൻഡൻസി. ഇപ്പം മംസ് വന്നാൽ ഇതിനെ മെറ്റാസ്റ്റാറ്റിക് ഓവറിയോ അല്ലെങ്കിൽ ടെസ്റ്റിസിനോ പിടിക്കാൻ ഇതുണ്ട്. പിന്നെ അബ്രോട്ടാനത്തിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ഒക്കെ എപ്പോഴും കൂടുതലായിരിക്കും. അതേസമയത്ത് ലൂസ് മോഷൻ ആണെങ്കിൽ അവർക്ക് എല്ലാ അസുഖങ്ങളും കുറവായിരിക്കും. എല്ലാം കംപ്ലൈൻറ്റ് പൊതുവെ കുറവായിരിക്കും. അവർ ദേ ഗെറ്റ് റിലീഫ് ആഫ്റ്റർ ലൂസ് മോഷൻ, ഗെറ്റ് അഗ്രവേറ്റഡ് ആഫ്റ്റർ കോൺസ്റ്റിപ്പേഷൻ, ഡ്യൂറിങ് കോൺസ്റ്റിപ്പേഷൻ. അത് അബ്രോട്ടാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് 3 ഉണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുക്കും. ഈ 3-legged സ്റ്റൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി വെച്ചേക്കണതാണ് കേട്ടോ. പിന്നെ ബാപ്റ്റീഷ്യ പേഷ്യൻ്റ് നമ്മുടെ മുറിയിലേക്ക് വന്നാൽ തന്നെ നമുക്ക് തോന്നും ഇയാൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, ഒരു സ്മോൾ അടിച്ചിട്ടാണ് വന്നേക്കണേ എന്ന് തോന്നും. അങ്ങനെ ആ ഒരു മുഖഭാവത്തോടെയാണ് അവർ വരുന്നത്. പിന്നെ അതായത് ആ ഒരു ഡിസോർട്ടഡ് എക്സ്പ്രഷൻ നമ്മൾ പറയില്ലേ, എന്താ പറയുന്നത്, ലഹരി കഴിച്ച പോലെയുള്ള ഒരു ഇത്, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ ബാപ്റ്റീഷ്യ കൊടുക്കാറുണ്ട്. അവർ പക്ഷേ അവർ എന്നെ പറയും ബ്രൂയിസ്ഡ് ഫീലിംഗ് ഇൻ ദ ബോഡി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡിസ്ചാർജസും ഈവൻ സ്വെറ്റ് അവർ കയറി വരുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഞാൻ ബാപ്റ്റീഷ്യ, ഈ 3 സിംറ്റം ഉണ്ടെങ്കിൽ ബാപ്റ്റീഷ്യ കൊടുക്കും. പിന്നെ കാക്ടസിന് ആ കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ആണ്. അതായത് കാക്ടസ് എപ്പോഴും സർക്കുലർ മസിലിനാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന പോലുള്ള ഒരു സെൻസേഷൻ അവർ പറയും. അതുപോലെ തന്നെ അവർ പറയും ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിച്ചേക്കണ പോലെ തോന്നണോ ഡോക്ടറെ എന്ന് പറയും. അതുപോലെ തന്നെ കഞ്ചഷനും ഇത് പറയുകയാണെങ്കിൽ ഞാൻ കാക്ടസ് കൊടുക്കും. പിന്നെ ഡിജിറ്റാലിസ് ന്യൂറാൾജിക് പെയിൻ അതുകൊണ്ട്, അതുപോലെ തന്നെ പാൽപിറ്റേഷൻ. പിന്നെ അവരത് വളരെ നെർവസ് ആയിരിക്കും. ഈ ഹാർട്ട് ഡിസീസ് വരുന്നവർക്ക് പൊതുവേ ഒരു സാഡ്നെസ്സും ഒരു ഡിപ്രഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു ഇത് പ്രത്യേകിച്ചും ഈ ഡിജിറ്റാലിസിനും കാക്ടസിനും ഉണ്ടാവും. കാക്ടസും ഇതിന് മസിലിന് വർക്ക് ചെയ്യുന്ന അതാണല്ലോ. കാർഡിയാക് കംപ്ലൈൻ്റ് ഉള്ള എല്ലാവർക്കും അതെ, ഈ ഒരു സാഡ്നെസ്സും ഒരു ഡിപ്രഷനും ഒക്കെ ഒരു ജനറൽ ആയിട്ട് അവർക്ക് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റാലിസിനും ഈ ഒരു ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂപ്പറ്റോറിയം എന്ന് പറഞ്ഞാൽ ഇത് ബാപ്റ്റീഷ്യ പോലെ തന്നെ ബ്രൂയിസ്ഡ് പെയിൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബിലിയസ് വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ബോൺ ഡിസീസിന് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അല്ലെ, ബ്രേക്ക്ബോൺ ഇതിന് ഫീവറിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണല്ലോ യൂപ്പറ്റോറിയം. പിന്നെ ഫെറമാൾസ് കൊടുക്കുമ്പോൾ അവർക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ്. അത് അവരുടെ ഫെറത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണിത്. അതേസമയത്ത് ഒരു ഫുൾ ഫീലിങ്ങും അവർക്കുണ്ടാവും. അവരുടെ ലിവറും സ്പ്ലീനും ഒക്കെ എൻലാർജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഫുൾ ഫീലിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഹെവിനെസ്സും തോന്നും അവർ. അതേ സമയത്ത് അവർ റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ
പെറം ആഴ്സ്. ഇതൊക്കെ എനിക്ക് ഓരോന്നൊക്കെ കിട്ടുമ്പോൾ ഞാൻ എഴുതി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഗാംബോജിയ നമ്മുടെ ക്രോട്ടൺ ടിഗ് പോലെയാണ്. ഇങ്ങനെ പെട്ടെന്ന് സ്റ്റൂള് ഇപ്പൊ ഇരിക്കുമ്പോഴത്തേക്കും പൈപ്പ് തുറന്ന പോലെ അങ്ങോട്ട് പോകും. പിന്നെ പിന്നെ ക്രോട്ടൺ ടിഗിന് വേറൊരു ഇതെന്ന് വെച്ചാൽ, എന്നെ പഠിപ്പിച്ച പ്രസന്ന ടീച്ചർ മരിച്ചുപോയി. ഒരിക്കൽ ഇവിടെ പനമ്പള്ളിയാറിൽ ഞാൻ താമസിക്കുമ്പോൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ടീച്ചർ വന്ന വഴിയെ രമേ ഒരു ഡോസ് ക്രോട്ടൺ ടിഗ് തരാൻ പറഞ്ഞു, 30. അപ്പം ഞാൻ എൻ്റെ ടീച്ചറെ വയറിളകുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഞാൻ ഹോട്ടൽ ഫുഡ് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ട്രെയിനിൽ വന്നത്, അപ്പോൾ കഴിച്ച ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ലൂസ് മോഷൻ ടെൻഡൻസി ഉണ്ട്, ക്രോട്ടൺ ടിഗ് കഴിച്ചാൽ അത് മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ അങ്ങനെ ഒരു ഫുഡൊക്കെ ഇങ്ങനെ ഇതൊക്കെ നമുക്കൊരു ദോഷം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആഴ്സാൽവാണ് കഴിക്കാറ്. ആഴ്സാൽവാണ് ഞാൻ കൊടുക്കാറുള്ളത്. പക്ഷെ ക്രോട്ടൺ ടിഗ് കൊടുത്തു. ടീച്ചറിന് പിന്നെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിനാണ് ടീച്ചർ പോയത്. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു, വേറെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം ഞാൻ ഈ ക്രോട്ടൺ ടിഗ് ഇങ്ങനെ ഹോട്ടൽ ഫുഡൊക്കെ നമുക്കൊരു പിടിച്ചില്ല എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ക്രോട്ടൺ ടിഗ് കൊടുക്കാം. പിന്നെ ഗാംബോജിയയ്ക്ക് ഗഷിങ് സ്റ്റൂളായിരിക്കും. പിന്നെ സഡൻ ആയിരിക്കും ഇങ്ങനെ ക്രോട്ടൺ ടിഗ് പോലെ. ഇനി എന്താ ഹെമാമിലിസ് ഹെമാമിലിസിനും ബ്രൂയിസ്ഡ് ഫീലിംഗ് ഉണ്ടാവും, ഹെമറേജിക് ടെൻഡൻസി ഉണ്ട്. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്ക്, വെയർനെസ് കൂടുതലായിട്ട് തോന്നും. പിന്നെ ഇഗ്നേഷ്യക്ക് നമുക്കറിയാമല്ലോ കോൺട്രാക്ടറി ആണ്. അതായത് തണുത്ത വെള്ളം കുടിച്ചാൽ അവർക്ക് തൊണ്ടവേദന ഉണ്ടാവും. അതേസമയത്ത് കട്ടിയായിട്ടൊന്ന് കഴിച്ചാൽ തൊണ്ടവേദനയില്ല. അവർ വേറൊരു കാര്യം കൂടി പറയും, കഞ്ഞി കുടിച്ചാൽ ദഹിക്കില്ല ഡോക്ടറെന്ന്. അതേസമയത്ത് ചിക്കനും മട്ടണും ബീഫും ഒക്കെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഗാസ്ട്രിക് കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇഗ്നേഷ്യ കൊടുക്കാറുണ്ട്. പിന്നെ ഹിസ്റ്റീരിക്കായിരിക്കും, ഒരു സ്പാസ്മാറ്റിക് ഇതുമെല്ലാം കാണിക്കുമ്പോൾ ഇഗ്നേഷ്യ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വരാറുണ്ട്. പിന്നെ ജലാപ്പ ഞാൻ കൊടുക്കുന്നത് കുട്ടികളാണെങ്കിൽ ദേ വിൽ ബി ഗുഡ് ഓൾ ഡേ, സ്ക്രീംസ് ഓൾ നൈറ്റ്. അത് പറയുമ്പോൾ ജലാപ്പയാണ് ഏറ്റവും ആദ്യം വരുന്നത്. പിന്നെ ഒരു ഡോസ് സോറിനവും കൂടി കൊടുത്തു വേണം ജലാപ്പ നിർത്താനെന്ന് പ്രകാശൻ സാറ് ഔസർജൻസി സമയത്ത് പ്രകാശൻ സാറ് പറയുമായിരുന്നു. ജലാപ്പ കൊടുത്ത് നമ്മളത് മെഡിസിൻ കൊടുത്ത് അവരുടെ അസുഖം മാറിയാലും ഒരു ഡോസ് സോറിനം 200 കൊടുക്കണം എന്ന് പറയും, ആൻറ്റിസോറിക്കായിട്ട്. പിന്നെ ഈ ജലാപ്പയുടെ ഇനിയൊരു ഇതെന്ന് വെച്ചാൽ ഈ ഹൈപ്പോകോൺട്രിയാക് റീജിയനിൽ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ വേറൊരു സിംറ്റം പറയുന്നത് ഈ ബിഗ് ടോ, അതായത് നമ്മുടെ തള്ളവിരലിൽ, കാലിൻ്റെ തള്ളവിരലിൽ ഭയങ്കര വേദനയായിരിക്കും. അതേസമയത്ത് കയ്യിൻ്റെ തള്ളവിരലിലാണെങ്കിൽ വേദന വരുന്നത് മാൻസിനല്ല, കയ്യിൻ്റെ തള്ളവിരലിന്, കാലിൻ്റെ തള്ളവിരലിന് ജലാപ്പ. പിന്നെ കാലിബൈക്കിന് മൈഗ്രേറ്റിംഗ് പെയിൻ, അതറിയാലോ അല്ലേ എല്ലാവർക്കും. പിന്നെ സ്വിഞ്ചി ആയിരിക്കും ഡിസ്ചാർജ്. പിന്നെ വേദന പറയുമ്പോൾ സ്പോട്ടിലേക്ക്, അതായത് ഇപ്പട്ടെയാണ് ഡോക്ടറെ എന്ന് പണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് കാണിക്കും, അമർത്തി കാണിക്കും, അപ്പോൾ കാലിബൈക്ക്. പിന്നെ ലാക്കനൈനത്തിന് ഒരു സിങ്കിങ് സെൻസേഷൻ ആയിരിക്കും, അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അവർ ഇപ്പം തൊണ്ടവേദനയൊക്കെ പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ് വിൽ ബി ചേഞ്ചിങ് സൈഡ്സ്. ചിലപ്പോൾ പറയും ഇടത്തുനിന്ന് വലത്തോട്ട് വന്നു എന്ന്, അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയും. പ്രത്യേകിച്ചും ലൈക്കോപോഡിയം പോലെ വലത്തുനിന്ന് ഇടത്തോട്ട് വരികയാണെങ്കിൽ ലാക്കനൈനും തീർച്ചയായിട്ടും നമുക്ക് ഇത് ചെയ്യാം. പിന്നെ അവരുടെ ഇതിനാണ് നമ്മൾ തൊണ്ട നോക്കുകയാണെങ്കിൽ ഒരു ഷൈനി അപ്പിയറൻസ് ഉണ്ടാവും ഈ ലാക്കനൈനത്തിൻ്റെ. പിന്നെ ലാക്കനൈനും മാക്കാർബ്, അവർക്ക് മാക്കാർബിന് പൊതുവെ ഒരു ഡിസ്പെപ്സിയ കൂടുതലുണ്ടാവില്ല, ഒരു വിശപ്പില്ലായ്മ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബാപ്റ്റീഷ്യ പോലെ സവർ സ്മെല്ലായിരിക്കും. പിന്നെ എപ്പോഴും വയറുവേദന, മാക്പോസ് പോലെ വയറുവേദന ഉണ്ടാവും. അപ്പോൾ കോളിക്ക്
നേച്ചർ, മാക്പോസ് അല്ല മാക്കാർബ്. പിന്നെ നാജ ഇതുപോലെ കാക്ടസും ഡിജിറ്റൽസ് പോലെ കാർഡിയാക്ക് മെഡിസിൻ ആണ്. പിന്നെ നാജയ്ക്ക് സഫോക്കേഷൻ കൂടുതലായിരിക്കും. പിന്നെ അവർ അതുപോലെ തന്നെ വളരെ നെർവസ് ആയിരിക്കും ഈ നാജ ഇത്. മറ്റേ കാക്ടസിനും ഡിജിറ്റാലിസിനും അവർ നെർവസ് ആയിരിക്കില്ല, പക്ഷെ നാജ നെർവസ് ആയിരിക്കും. എസ്പെഷ്യലി ഈ കാർഡിയാക് പെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. പേടി വന്നിട്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് നാജ കൊടുക്കാം. പിന്നെ ഒളിയാൻഡർ. ഈ ഒളിയാൻഡറിന് ഞാൻ എനിക്ക് കിട്ടിയേക്കുന്ന സിംറ്റം എന്ന് വെച്ചാൽ ഈ തലയുടെ ഇവിടെ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ട് ഡോക്ടറെ എന്ന് പറയും. ചൊറിച്ചിലുണ്ടെന്ന് പറയും. അവിടെ നോക്കുമ്പോൾ പ്രിക്ലി ഷീറ്റ് പോലെ അവിടെ ഇങ്ങനെ തരി പോലെ ഇതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഒളിയാൻഡർ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ പിന്നെ അതുപോലെ ഒരു കണ്ണിങ്ങനെ ഉള്ളിലേക്ക് വലിക്കണ പോലെ തോന്നുന്നു ഡോക്ടറെ എന്ന് പറയും ഒളിയാൻഡറിന്റെ. പ്രത്യേകിച്ച് ഒരു സിംറ്റം ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒളിയാൻഡറിന് വേറെ എന്ന് വെച്ചാൽ ഈ ലൈൻറ്ററിയ, അതായത് അൺഡൈജസ്റ്റഡ് നമ്മളിങ്ങനെ അവർ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിൽ ദഹിക്കാതെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കും ഡോക്ടറെ എന്ന് പറയും കൊച്ചുങ്ങൾക്ക്. അപ്പോൾ ഒളിയാൻഡർ അത് നല്ലതാണ്, നല്ല മെഡിസിനാണ്. പിന്നെ പെട്രോളിയത്തിന്റെ അറിയാം, റഫ് സ്കിന്നായിരിക്കും. പിന്നെ റാഗ്ഡ് സ്കിന്നായിരിക്കും, അതായത് വലിച്ചു പറിച്ച പോലെയുള്ള ഒരു ഇത് വരും. പിന്നെ പെട്രോളിയത്തിന്റെ ഹങ്കർ അറിയാലോ അല്ലെ, രാത്രി എണീറ്റിരുന്ന് ഭക്ഷണം കഴിക്കും. അവർക്ക് വിശപ്പ് വന്നാൽ അവർ സഹിക്കില്ല. അവർ രാത്രിയാണെങ്കിലും എണീറ്റ് പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. പെട്രോളിയം അല്ലെ, കാസിയ. പിന്നെ കാസിയക്ക് കണ്ണില് നമ്മൾ കാസിയ ശരിക്കും ഒരു ഡൈജസ്റ്റീവ് അതുപോലെ നമുക്ക് വിശപ്പില്ലാത്തതിനൊക്കെ കൊടുക്കാം. പക്ഷേ ഇത് ആംബ്ലയോപ്പിയ, അതായത് കണ്ണിനൊരു മൂടല് അല്ലെങ്കിൽ ഒരു ശരിക്കും കാണണില്ല ഡോക്ടറെ, കണ്ണിന് ഒരു ക്ഷീണം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പുക പോലെ തോന്നണമെന്ന് പറയും. അതുപോലെ തന്നെ അവർക്ക് കാറ്ററാക്റ്റിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ കാസിയ കൊടുക്കാം. കാസിയ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പും ഉണ്ടാവും. നല്ല ഇതായിട്ട് ഒരു ടോണിക്, നമ്മൾ വിശപ്പില്ലാത്തതിന് കൊടുക്കുന്ന ടോണിക്കുമാണല്ലോ ഈ കാസിയ. അവർക്ക് വിശപ്പില്ലാത്തത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും ഈ ഇതിന് കാസിയക്ക്. പിന്നെ അവർക്ക് ഈ ഇതുപോലെയാണ് ഫസ്റ്റ് നമ്മൾ ഈ കുട്ടികളെ നമ്മൾ പറയില്ലേ സെപ്പിയ, കുട്ടികൾ ഫസ്റ്റ് ഇതിൽ തന്നെ സ്ലീപ്പിൽ തന്നെ മൂത്രമൊഴിച്ച് മുക്കുന്നു. അതുപോലെ തന്നെ കാസിയ കൊടുത്താൽ ഈ കുട്ടികൾ എണീറ്റ് വരുമ്പോഴത്തേക്കും കിടക്ക മുഴുവനും മുക്കിയിട്ടുണ്ടാവും ഡോക്ടറെ. ഭയങ്കരമായിട്ട് ഈ ബെഡ് വെറ്റിംഗ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി വിശപ്പും കൂടി കുറവാണെങ്കിൽ കാസിയ കൊടുക്കുന്നതാണ് സെപ്പിയെക്കാട്ടിലും സിനെയെക്കാട്ടിലും ഒക്കെ നല്ലത്. കോൺസ്റ്റിക്ക സ്കില്ലൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഈ കാസിയാണ്. പിന്നെ എന്താ റെനാങ്കുലസ് അറിയാമോ, റൊമാറ്റിക് ഇതാണെന്ന്. പിന്നെ റെനാങ്കുലസിന്റെ ടങ് മാപ്പിഡ് ടങ്ങാണ്, ഇതുപോലെ ഈ നാറ്റുമോള് പോലെ. പിന്നെ റെനാങ്കുലസിന് ചെസ്റ്റ് പെയിൻ അവരുടെ പിന്നെ ഒത്തിരി ഇത് വരുമ്പോഴത്തേക്കും കഫം കെട്ടും ഡോക്ടറെ എന്ന് പറയും. അപ്പോൾ റെനാങ്കുലസ് റൊമാറ്റിക് ടെൻഡൻസി ഉണ്ടാവും അവർക്ക്. പിന്നെ സബഡില്ല അറിയാൻ എല്ലാവർക്കും കോൾഡാണ്, കോൾഡിന് കൊടുക്കുന്നതാണ് നമ്മൾ. പിന്നെ കറ്ററൽ ഇതുണ്ട്. പിന്നെ ഇതിനും ഇതുപോലെ കാക്ടസ് പോലെ ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ഉണ്ടാവും സബഡിലേക്ക്. മൂക്ക് അടപ്പല്ല, എന്നാൽ മൂക്ക് അടപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, മൂക്ക് ഇങ്ങനെ ഒരുമാതിരി എന്താ ഡോക്ടറെ ശ്വാസം ശരിക്കും വരുന്നില്ല എന്ന് തോന്നും. അങ്ങനെ പറയുമ്പോൾ സബഡില്ല ഞാൻ 200 കൊടുക്കാറുണ്ട്. പിന്നെ ടെരൻഡുലയ്ക്ക് എന്ന് വെച്ചാൽ
എല്ലാം ഒരു അലാമിങ് ടൈപ്പാണ്. അതായത് എന്ത് ചെയ്യുകയാണെങ്കിലും അതൊരു അവര് പൊതുവെ ഇമാസിയേറ്റഡ് ആണ്. ആ ഇമാസിയേഷൻ നമുക്ക് തോന്നുന്നു ഇവരൊന്നും കഴിക്കണില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും ഇങ്ങനെ നമുക്കൊരു ഭയപ്പെടുത്തുന്ന വിധത്തില്ല, ഒരു അലാമിങ് ടൈപ്പിലുള്ള ഇമാസിയേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ക്ഷീണവും ഭയങ്കര ക്ഷീണമായിരിക്കും. അതൊക്കെ നമുക്ക് തന്നെ പേടിയാവും, എന്താ ഇങ്ങനെ ഇത്രയും ഇത് വരണേക്കണ എന്തിനാന്നുള്ളൊരു ആ വിധത്തിലുള്ള ഒരു ഇത് വരികയാണെങ്കിൽ, അങ്ങനെ കണക്കിൽ കവിഞ്ഞ് കൂടുതൽ ഇതായിട്ട് തോന്നുകയാണെങ്കിൽ ടെരൻറ്റുല 200. ഞങ്ങൾക്ക് 2 ഡോസ് കൊടുത്തു കേട്ടോ ടെരൻറ്റുല. അല്ലേ? ക്യൂബൻസിസ് ഇതില് 2 ഡോസ്. പിന്നെ ഉപാസ്. പിന്നെ ഉപാസിന് വെച്ചാൽ ഇതിന്റെ പോലെ ഹെർപ്പിസ് ലേബിയാലിസ്, ഒരു ചുണ്ടിലെ ഒരു ഇങ്ങനെ ഹെർപ്പിസ് പോലെ വരുന്നതിന് നല്ലതാണ്. പിന്നെ അവർക്ക് ഈ ഉപാസിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സെക്ഷൽ ഡിസയർ ആയിരിക്കും, പക്ഷെ അവർക്ക് അവര് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ലോസ് ഓഫ് പവർ, അവർക്ക് ഇതുണ്ടാവില്ല. അവർക്ക് ഡിസയർ കൂടുതലായിരിക്കും, പക്ഷെ കഴിവുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നൊരിത്, നമ്മൾ നാട്രമോറിന്റെ പോലെ ഹാങ് നെയിൽസ് വരില്ലേ, വിരലിൻ്റെ ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ പറിച്ചു കളയുമല്ലോ, അവിടെ ഇത് ഇങ്ങനെ പഴുക്ക് നീര് വരും, നീര് വന്ന് പഴുക്കും. അതിന് ഉപാസ് നല്ലതാണ്. മണി 10 ആവണേ ഉള്ളൂ, എൻ്റെ ഉള്ളതെല്ലാം തീർന്നു തോന്നുന്നു. വലേറിയാനയ്ക്ക് ഇതേപോലെ ഇതില് ഈ വലേറിയാന കൊടുക്കുന്നവരിൽ വെൽ സെലക്റ്റഡ് റെമഡീസ് ഫെയിൽ നമ്മൾ കൊടുക്കുമല്ലോ, സൾഫറും ഇതൊക്കെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ വലേറിയാനയും കൊടുക്കുന്നത് നല്ലതാണ്. വെൻ സെലക്റ്റഡ് റെമഡീസ് ഫെയിൽസ്. പിന്നെ പിന്നെ അവര് വലേറിയാന ഈ പറഞ്ഞ പോലെ ഇഗ്നേഷ്യ പോലെ അവരുടെ പെട്ടെന്നാണ് അവരുടെ സ്വഭാവം മാറ്റമൊക്കെ വരിക എന്നുള്ളത്. ഒരു വിചാരിച്ചിരിക്കുന്ന നേരത്തെ അവർക്ക് ദേഷ്യവും വരും, സങ്കടവും വരും, ഒരു ഹിസ്റ്റീരിക്കൽ നേച്ചർ കാണിക്കും. അതുപോലെ തന്നെ അവര് ഭയങ്കര ഹൈപ്പർ എസ്തെറ്റിക് ആയിരിക്കും. എന്താ പറയണേ, സൊസീവലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ വലേറിയാന. പിന്നെ എന്താ വൈദ്യ എല്ലാവർക്കും അറിയാലോ അല്ലേ, ഈ എന്താണ് തൊണ്ട കുത്തിയുള്ള ചുമയ്ക്ക്. പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഫോളിക്കുലർ ഫാരിഞ്ചൈറ്റിസിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ്. പിന്നെ ഈ ഇതിന് ഞാൻ കൂടുതൽ നോട്ടീസ് ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര പെട്ടെന്ന് വേർക്കും അവര്, ഈ വൈദ്യക്കാര്. അതിന് മെഡിസിൻ കൊടുക്കാം, വൈദ്യ. പിന്നെന്താ, സാന്തോക്സൈലം. ഈ സാന്തോക്സൈലം പൊതുവെ ഫീമെയിൽ സെക്ഷൽ ഓർഗൻസിലും ആക്ട് ചെയ്യുന്നൊരു മെഡിസിനാണ്. അവർക്ക് ഉറങ്ങിയാൽ, ലാക്ടോസിന്റെ കാര്യം പറഞ്ഞില്ല, ഉറങ്ങിയാൽ എല്ലാ കംപ്ലൈന്റും കൂടും. അപ്പൊ അതേ സമയത്ത് അവർക്ക് ഛർദിച്ചാല് എല്ലാ കംപ്ലൈന്റും കുറഞ്ഞു എന്ന് പറയും. അത് ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തേക്കണ ഒരു സിംറ്റമാണ് സാന്തോക്സൈലം. ഞാൻ ടിഞ്ചർ മുതൽ 1 വരെ കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ യോഹീംബിനം ഒരു അഫ്രോഡിഷ്യാക്കാന്നറിയാലോ അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൽ പവർ ഇല്ല, അതിനൊരു ഡിസയർ ഇല്ല എന്ന് വരുമ്പോൾ നമ്മൾ ഈ യോഹീംബിനം കൊടുക്കും. പക്ഷെ യോഹീംബിനം കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ കൂടുതൽ നാൾ കൊടുക്കരുത്. അത് BP വേരിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ എല്ലാ മാസവും ഞാൻ അങ്ങനെ കണ്ടമാനം ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഈ നമ്മൾ പാലില്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിഫ്ലോറാറ്റം കൊടുത്തില്ലേ, അതുപോലെ ഇത് യോഹീംബിനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല, അമ്മയ്ക്ക് നല്ല പാലുണ്ടാവും. പിന്നെ ഈ യോഹീംബിനത്തിന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ അവർക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് അവരിങ്ങനെ കിടക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് പഴയ നല്ല കാര്യങ്ങളല്ല, ചീത്ത കാര്യങ്ങൾ ആലോചിച്ച് അവരുടെ ഉറക്കം പോകും. ഈ യോഹീംബിനം അത് വളരെ എനിക്ക് കുറേ 2-3 കേസ് അങ്ങനെ പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. സിങ്കമെറ്റിന് സിങ്കമെറ്റ് ഫീബിളാണ്.
പിന്നെ ഇനാക്റ്റീവ് ആണ്, പിന്നെ ഫിഡിറ്റി ഫീലിംഗ്, അത് നമ്മളെ കാലിങ്ങനെ അവരെപ്പോഴും ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സിങ്കമെറ്റ്. പിന്നെ എന്താ പറയണ്ടേ, ഇനി അറിയാമേ, എന്റെ സ്റ്റോക്ക് തീർന്നു. സാറേ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ചോദ്യം ചോദിക്കുന്നവർക്കൊക്കെ ചോദിക്കാമല്ലോ. പിന്നെ ശാന്തേന്ദ്രൻ മാഡം ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആൻസേഴ്സിലേക്ക് പോവാം. ഓക്കെ. എനിക്കൊന്ന് പറയാനുണ്ട്. എന്തോ? പറഞ്ഞു ഭദ്രൻ സാറേ. ഇതില് പിന്നെ ടാലന്റിലേക്ക് എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തേർഡ് ഇയർ DHMS തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ യാദൃശ്യമായിട്ട് ചുമ്മാ ഓരോ ദിവസം 8 മണിക്ക് നോക്കും, ഓരോ മെഡിസിൻ വാങ്ങിക്കും. ഞാൻ ഫസ്റ്റ് ഇയർ മുതലേ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് എന്റെ മെഡിസിൻ മിക്കാറുണ്ട്. അങ്ങനെ എനിക്കറിയാം, ഭദ്രൻ ഫസ്റ്റ് ഇയർ മുതലേ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന്. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ ഈ ടാലന്റിലെ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് 2 ദിവസം ആയപ്പോഴത്തെ ഒരു ദിവസം എന്റെ അച്ഛന്റെ അമ്മച്ചി ഇവിടുന്ന് ദേഹം മുഴുവൻ വെട്ടി പറയുകയാണ്. ഭയങ്കര വേറെ കൈയും കാലും എല്ലാം ഭയങ്കര ഷേക്കിംഗ് ആയിട്ട് മിണ്ടാൻ വയ്യ, അവർക്ക് മിണ്ടാൻ വയ്യ. അത്രയും വലിയ ഷേക്കിംഗ് ആയിട്ട് വിറച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യം തിരിയൊന്നും അങ്ങനെ എനിക്ക് കഴിഞ്ഞ ടാലന്റിലെ അക്യുമെന്റ്സ് എടുത്തോണ്ട് ഒരു തുള്ളി നാക്കിലൊഴിച്ച് 2 സെക്കൻഡ് ആകുമ്പോൾ നിന്നു. പിന്നെ ഒരിക്കലും അവർ മരിക്കുന്നവരെ വന്നിട്ടില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് വന്നതും. പിന്നെ ഒരിക്കലും മരിക്കുന്നവരെ വന്നിട്ടുമില്ല. 2 സെക്കൻഡ് കൊണ്ട് നിൽക്കുകയും ചെയ്തു. അത് ആർക്കും ഉപകാരം. അത് അതെ അതെ. ഇത് സെയിന്റ് പീറ്റേഴ്സ് ഡാൻസ്. അതിനെന്താ നമ്മൾ വേറെ ഒന്നുകൂടെ പറയുമല്ലോ, പറയുമല്ലോ. കൊറിയ. അതെ അതെ. അതിന് സൂപ്പർ മെഡിസിൻ ആണ്. ഏത് പൊട്ടൻ കൊടുത്ത സാറ്? പൊട്ടൻഷ്യൽ ചിലപ്പോ അതിന് ഓർമ്മയുണ്ടാവില്ല അല്ലേ? പൊട്ടൻഷ്യൽ ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല. അന്ന് കൊച്ചായിരിക്കുമ്പോഴല്ലേ. അതെ അതെ. ഏത് പൊട്ടൻഷ്യൽ അറിയാമോ ചോദിക്കണോ? 200 ആണ്. 200 അല്ലേ? അന്ന് ഞാൻ എപ്പോഴും 200 വാങ്ങിക്കുള്ളൂ, 30 ഒന്നും വാങ്ങിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വാങ്ങിക്കുന്ന എല്ലാം 200 ആണ്. ഞാൻ മീഡിയം പൊട്ടൻസി ഇരിക്കട്ടെ, പിന്നെ വേണമെങ്കിൽ ചെറുതോ വലുതോ വാങ്ങിക്കാവുന്നത്. അങ്ങനെ വാങ്ങിച്ച് കൊടുത്തതിന് സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടിയത് മറന്നു പോയിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഇതിന്റെ മാഡത്തിന്റെ ക്ലാസ്സിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അതുപോലെ പെട്രോളിയത്തിന് റഗേഴ്സിന് നല്ലതാണ്, ക്രാക്സിന്. പക്ഷെ ഡീപ്പായിട്ടുള്ള ക്രാക്സിനാണ് അത് കുറച്ചുകൂടെ ഇൻഡിക്കേഷൻ വരുന്നത്. ഗ്രാഫിക്സിനേക്കാൾ കുറച്ചുകൂടെ പെട്രോളിയം. അത് വേറെ അങ്ങനെ ഒന്നുകൂടെ ആഡ് ചെയ്യാനുണ്ട്. ഡിസ്ചാർജ് സ്റ്റിക്കി ആയിരിക്കില്ല, ഡീപ് ക്രാക്ക് ആയിരിക്കും. പക്ഷെ വരുന്നത് വാട്ടറി ഫ്ലൂയിഡ് ആയിരിക്കും വരുന്നത്. അതിന് ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല, സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. അല്ല, റാനങ്കിലൊക്കെ ഇന്റർമസ്കുലർ ഇന്റർകോസ്റ്റൽ റൊമാറ്റിസത്തിന് നല്ലതാണ്. കൂടുതൽ വർക്ക് ചെയ്യുന്നത് റൊമാറ്റിക് ഇന്റർകോസ്റ്റൽ റൊമാറ്റിസം. അങ്ങനെ ഇടയ്ക്ക് ഓർമ്മ വരുന്ന അങ്ങനെ പറയുന്നതാണ്. റനങ്കുലസ് കോണിന് കൊടുക്കാറുണ്ടോ? കോണിന് കൊടുക്കാറുണ്ട്. ഞാൻ മറന്നുപോയി, ഞാൻ പറയാൻ വിട്ടുപോയി. കോൺസിന് നല്ലതാണ്. അതെ, അത് ഏത് പൊട്ടൻസിയാന്നല്ലേ? കോൺസിന് ഞാൻ 1 കൊടുക്കാറ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ ശാന്തേന്ദ്രൻ മാഡം? അത് കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി. ഒന്ന് പ്രത്യക്ഷത്തിലേക്ക് വരണം. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ അഡീഷൻ A to Z എന്തെങ്കിലുമൊക്കെ പറയാൻ ശാന്തേ? എല്ലാം റിനാങ്കുലസിന്റെ കോണിന്റെ കാര്യം ഞാൻ പറയാൻ പോയത്, അതിപ്പം പെട്ടെന്ന് ഓർക്കണില്ല. റിനാങ്കുലസ് കോൺസിന്റെ ഇന്റർകോസ്റ്റൽ റൊമാറ്റിസം പെയിന്റ് അയിലൊരു ഇല്ലിസിയം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്.
3 months ഇല്ലീഷ്യം. കോളിക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് 3 months. 3 മാസമാകുമ്പോഴുള്ള കോളിക്കിന് ഇല്ലിസിയം നല്ല മെഡിസിൻ. അത് ജീരകമാണോ ഇല്ലീഷ്യം? അതെനിക്കറിയില്ല. ഇല്ലിസിയം രാജനുണ്ടല്ലോ, രാജൻ കൊടുത്തിട്ടുണ്ട്. രാജൻ ഇതിലുണ്ടല്ലോ, രാജന അറിയായിരിക്കും. രാജ പറ. രാജൻ ഇവിടെ കെ രാജൻ സാർ അല്ലെന്ന് തോന്നുന്നു. അല്ല, രാജൻ RB. മറ്റേ രാജനാണ് ഈ മരുന്നിനെ പറ്റിയൊക്കെ ഇതില് ഡ്രഗ് ഓഫ് ഹിന്ദുസ്ഥാനിലൊക്കെ ഭയങ്കര മിടുക്കനാ. റയർ ഡ്രഗ്സ് ഒക്കെ. KK രാജനല്ലേ? KK സ്റ്റാർ രാജൻ. ആനിസ്. അല്ല, KK രാജൻ. അതേ മോള് പറയണ്ട സ്റ്റാർ ആനിസ് എന്നുണ്ട്. അതെന്തെന്നാ മോളെ, എന്തെന്നാ സാധനം, എന്തെന്നാ? ഹാൻഡ് റൈസ് ചെയ്യൂ, അപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ആരാ പറഞ്ഞു? എന്റെ മോള് മോളെ സ്റ്റാർ ആനിസ് എന്ന് പറയുന്നുണ്ട്. ഗരം മസാല. ഞാൻ പറയാം. കൊടുക്കാം. മോളെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. കണ്ടു. അൺമ്യൂട്ട് ചെയ്താ മതി. അത് സ്റ്റാർ അനീസാ മമ്മി. സ്റ്റാർ അനീസ് നമ്മള് മസാലയിലൊക്കെ ബിരിയാണി ഇടില്ലേ, അതിലിടുന്ന ഇതാണ് ഇല്ലിസിയം. തക്കോലം. ആ ഫാമിലിയിലാ പറഞ്ഞത്. തക്കോലം അല്ലേ? ഐ സി. സ്റ്റാർ അനീസിന് എന്താ മലയാളത്തിൽ പറയണെന്ന് അറിയില്ല. തക്കോലം. മനസ്സിലായി. ആ സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം അല്ലേ മോളെ? ബിരിയാണിയിലത്തെ. അൺമ്യൂട്ട് ചെയ്ത് കളഞ്ഞോ, നോക്കട്ടെ. നമ്മുടെ ജയേന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, സംസാരിക്കാം. ഹലോ, നമ്മുടെ രമാദേവി അമ്പായുടെ ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. നല്ലൊരു അനുഭവങ്ങളായിരുന്നു. പക്ഷേ മാഡം ഈ വൈദ്യയുടെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ അടുത്ത് ചില പെൺകുട്ടികൾ, ഈ പാട്ട് പാടുന്ന പെൺകുട്ടികൾ അവരുടെ ശബ്ദം അടച്ചു പോയി പാടാൻ വയ്യ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അവർക്ക് ഞാൻ ഈ മരുന്ന് കൊടുത്ത് നല്ല ആക്ഷൻ 2-3 ദിവസത്തിനകം മാറുകയും അവർ പിന്നെ പാടി സമ്മാനം മാറ്റി എന്നെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പാട്ട് പാടുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കൊക്കെ ഒച്ചയടപ്പ് വരുന്നവർക്ക് ഞാൻ വൈദ്യം കൊടുക്കാറുണ്ട്. അത് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്. മറക്കാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി വന്നായിരുന്നു. അതിന്റെ കീഴ്ചുണ്ടിന്റെ അകത്ത് ഒരു വെള്ളപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ലുക്കോഡർമ പോലത്തെ വെള്ളപ്പാട്. അതിന് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് നൈട്രിക് ആസിഡ് 3x കൊടുത്ത് വിട്ടിട്ടുണ്ട്. മാഡത്തിന്റെ അനുഭവത്തിൽ വേറെ ഏതെങ്കിലും ഡ്രഗ്സ് നമുക്ക് ആലോചിക്കാനുണ്ടോ? ഈ നമ്മളെ ഓയിൽ ഓഫ് ബൗച്ചി എന്ന് പറഞ്ഞൊരു ഇതില്ലേ? ഓയിൽ ഓഫ് ബൗച്ചി. അത് ഒന്ന് അവിടെ ഒരു തുള്ളി പെരട്ടാൻ പറയൂ ഉള്ളില്. ഓയിൽ ഓഫ് ബൗച്ചി. ഇന്റേണലായിട്ട് നൈട്രിക് ആസിഡ് മതിയോ വേറെ? നൈട്രിക് ആസിഡ് നല്ലതാണ്. വായിലുള്ള എല്ലാ ഡിസ്കളറേഷനും ഇതുപോലെ ഡിസ്പ്ലേഷൻ ഒക്കെ നല്ലതാണല്ലോ. ഞാൻ അത് കൊടുത്തു വിട്ട്. ഇനിയിപ്പം മാഡം പറഞ്ഞ പോലെ ഞാൻ ആ ഓയിലൂടെ വാങ്ങി കൊടുക്കാം. അത് ഒന്ന് പെരട്ടിയാ മതി. ഒരു തുള്ളി എടുത്തിട്ട് അവിടെ ഇങ്ങനെ പെരട്ടാൻ പറയും. പിന്നെ ഞാൻ അധികം ചുണ്ടിൽ അധികം എരിവ് പറ്റണ്ട, അധികം തണുപ്പ് പറ്റണ്ട, ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കാര്യത്തില് അഡ്വൈസ് ചെയ്യാനുണ്ടോ? ഇല്ല, ഞാൻ ഒരു റെസ്ട്രിക്ഷനും അവരോട് പറയാറില്ല. എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ അസുഖം മാറ്റെന്ന് പറയും. ഈവൻ കാപ്പി ചായ പോലും ഞാൻ അത്രയും കോഫിയൊക്കെ ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആ പേഷ്യന്റ് ഇല്ലേ, ആ പേഷ്യന്റിന് ചായ കുടിച്ചാൽ 1 ഗ്ലാസ് ചായ കുടിച്ചാൽ മതി, അന്നത്തെ ദിവസം മുഴുവൻ വിശപ്പുണ്ടാവില്ല എന്ന് പറയും. ഈ തൂജയുടെ ഒരു പ്രത്യേക സിംറ്റം ആണിത്. ചായ കുടിച്ചാൽ ഡിസ്പെപ്സിയ വരും എന്നുള്ളത്. അതും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേഷ്യന്റിന് എനിക്ക് ശരിക്കും ഒരു തൂജ പേഷ്യന്റ് വരണ പോലെ ഉണ്ടായിരുന്നു. കൊടുത്തിട്ട് 19 കൊല്ലമായത്. 2nd മന്തില് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. ആ ലേഡി, അവർക്ക് 48 years ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന ഒരു 10-25 വയസ്സുള്ള പെൺകുട്ടി, നല്ല തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അമ്മ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് രാത്രി ഒരു 10-12 മണിയാവുമ്പോൾ
വയറ്റിൽ പിടിച്ചോണ്ട് ഒരു സിവിയർ ആയിട്ടുള്ള വിളിച്ചോണ്ട് കരയും, വയറ്റിൽ പിടിച്ചോണ്ട് എൻ്റെ വയറ് പൊട്ടണേ കത്തണേ എന്നും പറഞ്ഞോണ്ട് സിവിയർ ആയിട്ട് അങ്ങനെ കരയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് കുട്ടിയുടെ അടുത്ത് ചോദിച്ചു വന്നപ്പോൾ ചില സമയം ഒരു ഏമ്പക്കം വിടുമ്പോൾ അതൊക്കെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അയൽവക്കക്കാർ ഈ കുട്ടിയുടെ വിളി കേട്ട് ഓടി വന്ന് എന്താണ് ഇവിടെ പ്രശ്നം, വല്ല വഴക്കുവാണോ എന്നൊക്കെ തിരക്കാറുണ്ട്. ഞാൻ ആ കുട്ടിക്ക് മറ്റേ ചൈന 3X കാർബോജ് 200 രാവിലെ വൈകിട്ട് ചൈന 3X കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇല്ലീച്ച കൊടുത്തു നോക്കൂ, ഇപ്പൊ ശാന്ത പറഞ്ഞ പോലെ. ഏതാണ്? ആ ഗ്യാസ് കോളിക്ക് ഇല്ലീച്ചയല്ലേ, ആ കൊടുത്തു നോക്കൂ. ശരി 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 ഒന്ന് ഓക്കെ ഗ്യാസ് കോളിക്കിന് നല്ലതാണല്ലോ. ശരി 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 പിന്നെ ഓക്കെ മാക്ഫോസ, കോളോസിന്റെ ഒക്കെ കൊടുക്കാം. ആ കോളോസിന്റെ ഹയർ പൊട്ടൻസി കൊടുക്കണം, ഭദ്ര 10mോ ആ ഒക്കെ ആ കൊടുക്കണം. ആ അതുപോലെ മാക്ഫോസ് കൊടുത്തിട്ട് നല്ല ഉം, ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പറയൂ. ആ മാക്ഫോസ് കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കാൻ ആ പറയൂ, നല്ല ചൂടുവെള്ളം. ശരി അത് ശരി 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 അത് പറയാം. ഓക്കെ ഇനി എന്തെങ്കിലും ഓർമ്മയിൽ വന്നാൽ ഞാൻ ചോദിക്കാം. ഓക്കെ. ഭദ്രല്ല ആ, ജയചന്ദ്രൻ. ജയചന്ദ്രൻ, സോറി ജയചന്ദ്രൻ, ഞാൻ ഓർത്തില്ല. ഭദ്ര അപ്പുറത്തിരിക്കട്ടെ, ഭദ്ര അപ്പുറത്തിരിക്കോട്ടെ. അത് തന്നെ, ഭദ്രനോട് ഇപ്പൊ സംസാരിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അതെ ഞാനിപ്പോ അതെ അതെ അത് അതെ കറക്റ്റ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞത് ആ ജയചന്ദ്രൻ അതെ 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 അല്ല പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞ ശബ്ദ അടപ്പ്, ആ ആ അതിനൊരു ഇൻസ്റ്റന്റ് വോയിസ് പ്രൊഡ്യൂസർ ഉണ്ട്, പോപ്പുലർ സ്കാൻ. പോപ്പുലർ സ്കാൻ. സ്കാൻ അത് ഏത് ശബ്ദ അപ്പൊ അടപ്പ് കൊടുക്കാം. ശരിയാവും? ഏതാ അപ്പൊ ഏത് കൊടുത്താൽ മതി. പൊട്ടൻസി പോപ്പുലർ കൊടുക്കണം സ്കാൻ ഡോക്ടർ? കനാഡൻസിസ് അതെ, ഏത് പൊട്ടൻസി കൊടുക്കണം? 30 കൊടുത്താൽ മതി. ശരി 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 ഓക്കെ. അത് അതിനകത്ത് ആ ബുക്കിനകത്ത് പറയുന്ന സിംറ്റം ഇൻസ്റ്റന്റ് വോയിസ് പ്രൊഡ്യൂസർ എന്നാണ് സിംറ്റം. ഒരിക്കൽ ആ അനില് ആ ഒരു ആ ഇത് പറഞ്ഞല്ലോ, ടെസ്റ്റ് മണി പറഞ്ഞപ്പോഴ് അല്ലേ, അതെ അതെ ഇത് അതെ, ക്ലാസ് അത് പറഞ്ഞു. പോപ്പുലസ് വെരി എഫക്റ്റീവ്, വളരെ എഫക്റ്റീവ് ആണ്. പല പാട്ടുകാർക്കും കൊടുത്തു കഴിഞ്ഞാൽ 100% എഫക്ട്സ് ഉള്ളതാണ്. ഏത് മെഡിസിനാണ്? ശരി പോപ്പുലർ സ്കാൻ, ഓക്കെ, വെരി താങ്ക്സ്. പോപ്പുലർ സ്കാൻ, POPULUS. ഞാൻ ആ ഓ പ്രസംഗത്തിന് പോകുന്നവര്, പിന്നെ അതുപോലെ ഇലക്ട്രീഷ്യന്റെ ഒക്കെ കോമ്പറ്റീഷൻ ഇല്ലേ, അവർക്കൊക്കെ ഞാൻ ഡെൽസീമിയവും ഈ പോപ്പുലസും കൊടുക്കാറുണ്ട്. അത് പോപ്പുലസ് തന്നെയാണ് ഞാനും കൊടുക്കാറുള്ളത്. പോപ്പുലസ് കനാഡൻസിസ് അതിന്റെ പൊട്ടൻസി അതുപോലെ 30 പാട്ടിന്റെ 30 കോമ്പറ്റീഷൻ വരുമ്പോഴ് 30 കൊടുത്തിട്ടുള്ളൂ, എൻ്റെ 30 മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റന്റ് വോയിസ് റിലീവർ എന്നാണ് അതിന് പറയുന്നത്. വോയിസ് പ്രൊഡ്യൂസർ, വോയിസ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ. ഇപ്പൊ ശബ്ദാടപ്പിന് ഏറ്റവും ബെസ്റ്റ് ആണ് എന്റെ അനുഭവത്തിൽ. ശരി ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ 5 വർഷം തികയുന്നതിന്റെ ആഘോഷത്തിൽ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണം. സെപ്റ്റംബർ 28-ന് കൊച്ചിയിൽ താജ് വിവന്തായിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടിയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എറണാകുളം സൗത്തിൽ വന്ന ആ ഹോട്ടലിൽ എങ്ങനെ എത്തും എന്നുള്ളൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എങ്ങനെയാ, അനിൽകുമാർ ട്രെയിനിലാണോ വരിക ജയേന്ദ്രൻ? അതെ 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 അതെ. ട്രെയിനിലാണെങ്കിൽ അവിടെ തന്നെ ഓട്ടോറിക്ഷ ഉണ്ടാവും. ആ താജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മതി, മേനകയുടെ അവിടെ താജ് ഹോട്ടൽ. എത്ര ദൂരം ഉണ്ടാവും ഇവിടെ നിന്ന്? ഒരു 3-4 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ ഓക്കെ. സൗത്തിൽ നിന്ന്. അതെ അതെ. കൂടി വന്ന ഒരു 60 രൂപയുടെ ഓട്ടോ ചാർജ് ഓക്കെ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും കൂടുതൽ ചേർക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയം മാഡത്തിനോട് ചോദിക്കണമെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യണേ. ധനേഷ് കയറിയിട്ടുണ്ട്. ധനേഷിനൊന്നും പറയാനില്ലേ എനിക്ക്. അതാ ധനേഷ് ഡോക്ടർ നേരത്തെ പറയണമെന്ന് പല പ്രാവശ്യം എന്ത് ധനേഷ് ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ വിളിക്കുമ്പോ ഞങ്ങൾക്കറിയാം, എനിക്ക് ശാന്തയ്ക്കും അറിയാം എന്തോ പണിയാൻ പോവാന്ന്. എന്നാ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നോന്ന് പറയാനും പറ്റൂല, അതാണ് ഏറ്റവും കഷ്ടം. അല്ല, നമ്മുടെ സെമിനാറിന്റെ കാര്യം പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്.
ധനേഷ് അല്ല, ഡോക്ടർ എന്നോട് ഇന്നലെ ക്ലാസ് എടുക്കാൻ പറയണതേ രാത്രിയൊക്കെയാണ് പറയണത്. നാളെ ക്ലാസ് എടുക്കണം കേട്ടോ എന്നിട്ട് പറയണത്. ഇപ്പൊ ഇന്നലെ റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കണ പോലെയാണ്. എന്നാ നോ പറയാൻ പറ്റൂല പാവം. അത് ഇത്രയും എന്താ കഷ്ടപ്പെടുന്നല്ലോ. എനിക്കും ശാന്തയ്ക്കും നോ പറയാൻ പറ്റില്ല. മനോജിനോടും ഈ ധനേഷിനോടും ഹ്യൂബർട്ടിനോടും ഒന്നും ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഏൽക്കും. അനില് അതുപോലെ അനില് പിന്നെ അങ്ങനെ അനില് പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ പറയും, ചോദിക്കും. ഒരു അവരെ ഒരു വേണുഗോപാൽ റെഡ്ഡി സാറും സമയത്ത് പറയാറുണ്ട്, ഇന്നലെയാണ് മെനങ്ങാന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. പക്ഷെ പുള്ളി വരും, എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് കൊണ്ട് തരും. അതുപോലെ തന്നെ ഇന്ന് പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് വളരെ നല്ല നല്ല അറിവുകളല്ലേ ഇപ്പം മാഡം തന്നെ തന്നത്. ഒരു സംശയം കൂടെ ഒന്ന് ചോദിക്കാനുണ്ട് മാഡം. ഇന്ന് വന്നൊരു കേസാണ്. ദേഹം മുഴുവൻ ഡ്രൈനസ് ആണ്. മെനോപോസ് 45-ാം വയസ്സിലായി. ഇപ്പൊ 51 വയസ്സ്. ഭയങ്കര ഡ്രൈനസ് എന്ന് പറഞ്ഞാൽ മുറുകി വലിഞ്ഞു പോവാന്നാണ് പറയുന്നത്. ഡ്രൈനസ് കാരണം ചുണ്ടുമൊക്കെ ഉണങ്ങി പോകുന്നു. അത് ഈസ്ട്രജൻ കുറയുന്നോണ്ടായിരിക്കുമല്ലോ. ഈസ്ട്രജൻ നമ്മൾ അങ്ങനെ ഈസ്ട്രജൻ 30 കൊടുക്കാം. പിന്നെ ലാക്ടോസിസ് കൊടുക്കാം. ലാക്ടോസിസ് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാക്ടോസിസ് ഏതാ കൊടുത്തേ? ബ്രയോണിയ. ആ, ബ്രൈനസിന് തന്നെ. പിന്നെ ബ്രയോണിയ ഇതുപോലെ കൊടുക്കാം. പിന്നെ സാങ്കുനേറിയ കൊടുക്കാം. സാങ്കുനേറിയയ്ക്കും ഒരു ഡ്രൈനസ് ഉണ്ട്. അത് അതേപോലെ ഇത് ഹെറിഡിറ്ററി ആയിട്ട് ഇത്രയും ഡ്രൈനസ് കാണുകയാണെങ്കിലോ? പറയുമ്പോ ബ്രയോണിയ ആയിരിക്കും ഏറ്റവും നല്ലത് മറിയാമ്മേ. ബ്രയോണിയ നല്ലോണം ഹെറിഡിറ്ററി വർക്ക് ആയിട്ട് ചെയ്യും. അത്രയും കാണുന്നുണ്ടോ? ഡ്രൈനസ്. ആ, ഞാൻ ഈ ഈസ്ട്രജന്റെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ബ്രയോണിയ കൊടുക്കാതിരുന്നത്. പക്ഷെ ഇപ്പം ആഷമ്മയുടെ എഴുതിയിരിക്കുന്ന അന്ന് എന്തോ ഇത് ട്രോജൻ സിൻഡ്രോം. സിൻഡ്രോം അതിന് ANA നോക്കണമെന്ന്. ഓ ഓ നമ്മുടെ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് സംഭവമുണ്ട്. മൾട്ടിപ്പിൾ ആ അതിന്റെ മെയിൻ സിംറ്റം ഡ്രൈനസ് ആണ്. ജോഗ്രൻ സിൻഡ്രോമിനും വരും. കംപ്ലീറ്റ് പിടിച്ച് ഒരുമാതിരി ഡ്രൈ ആയി പോകും. ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന് എന്താ നോക്കണ്ടേ? ട്രോജൻ സിൻഡ്രോമിന് അത് നോക്കാം. അത് ANA ആയിരിക്കുമല്ലോ. എല്ലാം തന്നെ. ആഷമ്മയുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേരെ, ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. യെസ് മാം. അതെ, ANA ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടൈറ്റില് അപ്പം ഈ സോജൻ സിൻഡ്രോം ജനറലി ആ ലേഡീസിൽ കാണാറുണ്ട്. ഇപ്പൊ MS ഈ പറഞ്ഞ മതി മൾട്ടിപ്പിൾ സ്ക്ലിറോസിസും ഒക്കെ കാണാറുണ്ട് ആ ഇതില്. അപ്പൊ അവരുടെ ആ ടൈറ്റർ ഉണ്ടെങ്കിൽ CTD പ്ലസ് ടൈറ്റർ മോർ ദാൻ 80 ആണെങ്കിൽ കണ്ണ് ഡ്രൈനസ് ഉണ്ടാവും, സിവിയർ ആയിട്ട് വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവും, പിന്നെ ജോയിന്റ് പെയിൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കുറെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടെ റൂൾ ഔട്ട് ചെയ്യാം. ഇത് ജോയിന്റ് പെയിൻസ് ഇല്ല, പക്ഷെ ഡ്രൈനസ് മാത്രം. അങ്ങനെ ഡ്രൈനസിന് ഒരു നാട്രം കാർവ് വളരെ ഇൻഡിക്കേറ്റർ ഒരു മെഡിസിൻ ആണ് കേട്ടോ. ഇങ്ങനെ ഡ്രൈനസ് വരുമ്പോ, കണ്ണിനും വെജൈനയ്ക്കും ഒക്കെ ഡ്രൈനസ് വരുമ്പോ അലുമിന ഡ്രൈനസിന് എക്സ്ട്രീം ആയിട്ട് കിട്ടില്ലേ? നാട്രം മോറിനെക്കാട്ടിലും നാട്രം കാർബാണ് ഇത് വരുന്നത്. നക്സ്മോസ്കറ്റ് ഒക്കെ ഉണ്ട്. വായിന്റെ ഡ്രൈനസ്, നക്സ്മോസ്കറ്റിക്ക് പിന്നെ വേറൊരു വെച്ചാല് ഡ്രൈനസ് ഉണ്ടാവുകയും ചെയ്തു. വായിൽ ഒരുമാതിരി എന്താ പറയുക, കനം പോലെ സലൈവ എന്ന് പറയും പോലെ തോന്നും. കോട്ടണി സലൈവ. ഇരുന്ന് ഉറക്കം തൂങ്ങുക, ഇരുന്നോണ്ട് ഇറക്കം തൂങ്ങുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റം ഉണ്ടാവും നക്സ്മോസ്കിന്. അണ്ണാക്കിന് ഒട്ടിപ്പിടിക്കും. അതെ. ബോഡിയിൽ ചൊറിച്ചിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ സൾഫർ ആക്ട് ചെയ്യാറുണ്ട്. മെഡിസിൻ സൾഫറിനെക്കാളും സോറിനാണ്. സോറിനെ കൊടുത്തു നോക്കാം. കോംപ്ലിമെന്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇങ്ങനത്തെ സിൻഡ്രോംസ് ഒക്കെ ഒത്തിരി പേഷ്യൻസിൽ കാണുന്നുണ്ട് എന്ന് പറയാം. കാരണം അത് മിക്കതും അറിയാണ്ടൊക്കെ പോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നൊരു ഏതൊരു ക്ലാസ്സിൽ കണ്ടതാ. അപ്പം ഇപ്പം നമ്മൾ എന്നെ 2 കേസ് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ANA. നമ്മൾ അതൊട്ടും പ്രതീക്ഷിക്കില്ല. അപ്പൊ അതൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ CTD ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ വാക്സിനേഷൻ കഴിഞ്ഞവർക്കാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത്. അതെ സർ. പിന്നെ ഒരു എപ്സ്റ്റൈൻ വൈറസിന്റെ
അറ്റാക്ക് ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ANA കൂടെ ചെയ്യിപ്പിച്ചത്. അപ്പം സോജൻ സിൻഡ്രോമാരി ഉണ്ട് കണ്ടിട്ട്. അപ്പൊ അതാണ് ഓർമ്മ വന്നത്. ഈ ഇന്നിപ്പോ വന്നൊരു കേസിൽ കാണുന്നത് പെട്ടെന്നൊരു പനി വന്നു. ജർമ്മനിയിൽ ഒരു പേഷ്യന്റ് ആണ്, ട്രിവാൻഡ്രത്തുള്ള ആള്. പനി കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹം കാല് മൊത്തം കാലനക്കാൻ വേദന. കോസ്മോയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് D ഡൈമർ 4500. ഇതെല്ലാം ഈ വാക്സിനാണ് സംഭവം. അതെ. കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ പോലും പ്രശ്നം എന്നാണ് ഫ്ലോറിഡക്കാർ പറയുന്നത്, അമേരിക്കയില്. അവരിപ്പോ അത് വിഡ്രോ ചെയ്യാൻ പോവാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കിതൊന്നും ബാധകമല്ല. നമുക്കിതൊന്നും ബാധകമല്ല. നമ്മൾ അതെ. അത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഒരു വാക്സിനേഷൻ ചാർട്ടാണ്, പിന്നെ അഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു വാക്സിനേഷൻ ചാർട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ ഇല്ല. കാരണം അങ്ങനെ മാൻഡേറ്ററി വാക്സിൻ ആണെങ്കിൽ പൈസ ഉണ്ടായ ആൾക്കും ഇല്ലാത്തവർക്കും കൊടുക്കണ്ടേ, അതില്ല അവിടെ. ദാറ്റ് ഈസ് എ പ്രോബ്ലം ബേസിക്കലി. ഓണം പോലെയാണ് കൊടുക്കുന്നത്, പ്രശ്നമാണ്. ഓട്ടിസം ബാക്കിയെല്ലാം കൂടും. ഇതാണ് ശരി. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ നമ്മുടെ ഹിന്ദി സെക്ഷന്റെ മോഡറേറ്റർ ഒരു എന്താ ജ്യോതി സായിക അല്ലേ, എന്നൊരു ലേഡി, അതായത് അവര് ശ്രുതി സായിക, അവര് രാവിലെ ഇവിടെ വന്ന്. ഞാനിവര് ഹോമിയോ ഡോക്ടർ ഒന്നും അറിയില്ല. അവരെ കുട്ടിയിലൊക്കെ ഒരു റിംഗ് വേം കംപ്ലൈന്റ് ആയിട്ട് വന്നത്. വന്നപ്പോ ഞാൻ സോറിനെ കൊടുത്തു. മറ്റേ ഞാൻ ഡോക്ടറാണെന്ന് ചോദിച്ചപ്പോ എന്റെ പേര് ജ്യോതി സാധിക. അപ്പൊ എന്നോട്ട് പറയുന്ന IFPH. അപ്പൊ എന്നെ അറിയില്ല. ശ്രുതി സായിക ഹിന്ദിക്കാരിയാണ്. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ബീഹാറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു MK സഹാരി സാറിനെ അറിയാമോ എന്ന് ചോദിച്ചു. സഹാരി സാറിനെ അറിയാമല്ലോ, IFPH അറിയാന്ന് പറഞ്ഞു. അവര് ഹോമിയോ പഠിച്ച് പാസ്സായ ഡോക്ടറാണ്. VSSC വർക്ക് ചെയ്യാണ്. VSSCയിലെ ISROയില് വർക്ക് ചെയ്യണോ ഡോക്ടറായിട്ട്? കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞിന് ഒരു പ്രശ്നമായിട്ട് വന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഉടൻ സഹാനി സാറിനെ വിളിച്ചു വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ അദ്ദേഹം സന്തോഷമായി. കാരണം ഇത് ട്രിവാൻഡ്രത്തുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയില്ല. നമ്മുടെ മോഡറേറ്ററാണ്. വ്യാഴാഴ്ച അവരാണ് മോഡറേറ്റ് ചെയ്തത്. അനില് ഫോട്ടോ ഇട്ടേക്കണ ഞാൻ കണ്ടു. അത് തന്നെ. അപ്പൊ അവരാണ് മോഡറേറ്റ് ചെയ്തത്. അപ്പം നമ്മളെ IFPH ലോകത്ത് പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചിറക് വിരിച്ച് നിപ്പുണ്ട്. അതാണ് സംഭവം. അതൊരു അതിശയായിരിക്കും അല്ലേ? ഹലോ ഡോക്ടറെ. ധനേഷ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ ഉണ്ടായിരുന്നു, കുറച്ച് നേരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കുറച്ചു നേരമായിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഞാനേ പുറത്താണ്, അതാണ്, തേക്കടിയിലാണ്. പിന്നെ വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ഇന്നിപ്പോഴ് ഈ പറഞ്ഞ ഡോക്ടർ സരിക നമ്മള് ബേസിൽ ഹോമിയോപ്പതി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് മോഡറേറ്റ് ചെയ്യാവോ, ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു, പ്രസന്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്തി. അതിനുശേഷമാണ് മോഡറേറ്ററായിട്ട് ഇപ്പൊ ഹിന്ദിയിൽ നന്നായിട്ട് നമ്മുടെ IFBHന്റെ ഈ സെലിബ്രേഷനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ഈ തുടക്കത്തിൽ ലാസ്റ്റ് ഇന്ന രീതിയിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞതിൽ നന്നായിട്ട് അവരത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പൊ ഇന്ന് അനിൽകുമാർ ഡോക്ടറോട് വന്നപ്പോ എന്നെയും തിരിച്ചു വീഡിയോ കോൾ വിളിച്ചു സംസാരിച്ചു. പക്ഷെ ക്ലിയറായി കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തായാലും IFBH വഴി നമുക്കിങ്ങനെ ഇന്ത്യയിൽ തന്നെ വിവിധ ഡോക്ടർമാരെ വളരെ നല്ല സുഹൃത്തുക്കളാക്കി കൊണ്ടുവരാനും അവർക്കൊക്കെ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഏകദേശമായി 7500 വരെ ഷെയറിംഗ് ആയി വന്നിരിക്കുന്നു, വ്യൂവേഴ്സ് ആയി. അപ്പൊ ഇത് അധികം താമസിയാതെ 10,000 എത്തുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതിന് ഈ അമ്പാടി അമ്മയും അതുപോലെ ശാന്ത ഡോക്ടറും ഒക്കെ നമുക്ക് വളരെ ഗുണകരമായ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം ഇവരുണ്ടെന്ന് അറിഞ്ഞാൽ ഈ വീഡിയോസ് നാളെ മുതൽ തന്നെ കാണും. അതുപോലെ തന്നെ നമ്മുടെ റോയ് ജെയിംസ് വീഡിയോ 2500 പേരാണ് 2 ആഴ്ചക്കകം കണ്ടത്. അത്രയ്ക്ക് ഇംഗ്ലീഷ് സെക്ഷനിലെ വീഡിയോ 2500 പേര് ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് പണ്ടത്തേലും വേഗത്തിൽ ആൾക്കാരിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.
അപ്പം ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ഒരു ടിപ്പായാലും മതി. ആ ഒരു ടിപ്പ് എത്ര പേർക്കാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് അപ്പൊ നമ്മൾ പറയുമ്പം ഞാനിനി എന്നാ പറയാനാണ് എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നതെങ്കിലും അവിടെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഇതിങ്ങനെ തുടരും. ഇനിയും ഈ രീതിക്ക് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾക്ക് എപ്പോ വിളിച്ചാലും ഇങ്ങനെ വരാനും പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു 10 ദിവസത്തെ പരിപാടിക്ക് പുറത്തു പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു ദിവസം ഇവിടെ ഒന്ന് ഹോമിയോപ്പതി മാത്രം സംസാരിക്കാം. ഗുജറാത്തിൽ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും പോയി വരിക. കൃഷ്ണന്റെ ദ്വാരക കാണാൻ പോവാ ധനേഷ്. കൃഷ്ണന്റെ ദ്വാരക കടലിനടിയിൽ പോയില്ലേ, അത് കാണാൻ പോവാ. മോദിജി പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ ദ്വാരക കാണാൻ പോവാ 9-ാം തീയതി. നമുക്കിനിയിപ്പം വിഷ് യു ഹാപ്പി ജേണി. താങ്ക് യു. എന്നാ പോകുന്നത്? 9-ാം തീയതി. 9-ാം തീയതി പോയിട്ട് 18-ാം തീയതി വരും. തന്നെയാണോ അതോ? ഇല്ല, ഒരു പിൽഗ്രിമേജിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അറിയാമോ? ഞാനിങ്ങനെ ഗ്രൂപ്പിന്റെ കൂടെ ഈ അമേരിക്കയിലും ലണ്ടനും പാരീസും സ്വിറ്റ്സർലൻഡ് ഒക്കെ പോണത് ഇവരുടെ കൂടെയാ, ഓരോരുത്തരുടെ. പിന്നെ എന്റെ മക്കളും കൊണ്ടുപോകും. എന്താണേലും ദ്വാരകാനാഥന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു. നിങ്ങളെല്ലാവരും എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും കേട്ടോ. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് മാഡത്തിന് നന്ദി പറയാന് ഭദ്രൻ ഡോക്ടറെ എന്ന് വിളിക്കാണ്. ഭദ്രൻ ഡോക്ടറെ, മാഡത്തിന്റെ ക്ലാസ് എപ്പോഴും വളരെ എന്തൂസിയാസ്റ്റിക് ആണ്. കുറെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് തരാൻ എപ്പോഴും ഉണ്ടാവും. അതെല്ലാം ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടാറുള്ളത്. ഇത്തവണ അങ്ങനെയാണ്. പിന്നെ അത് പോയിട്ട് ഇന്ന് ക്ലിനിക്കൽ ഹൈലൈറ്റ്സ് ആണ് കുറെ മെഡിസിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കുറെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഇനി ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മാഡം ഇൻഫെർട്ടിലിറ്റി ആളാണ്, ശാന്തനും മാഡവും എല്ലാം അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നും ഹോമിയോപ്പതിക്ക് ഉണ്ടാകട്ടെ. പിന്നെ ഇത്തരത്തിൽ നമുക്ക് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാനുള്ള ആരോഗ്യവും മനസ്സും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നല്ലൊരു പ്രസന്റേഷൻ നടത്തിയ ഡോക്ടർ രമാദേവി അമ്പാടിക്ക് IFPHന്റെ പേരിലും ഇന്നത്തെ പ്രേക്ഷകരുടെയും കാഴ്ചക്കാരുടെയും IFPH സ്നേഹികളുടെയും ഡോക്ടർമാരുടെയും എല്ലാവരുടെയും പേരിൽ ഹാർദമായ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡോക്ടറെ, എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് നടന്നു. ഇനിയും നല്ല സന്തോഷകരമായ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1832-ാം പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇന്ന് രമാദേവി അമ്പാടി മാഡം തീർത്തു. ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.